പലരും വിചാരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് എക്സാം അല്ലെങ്കിൽ ഇംഗ്ലീഷിന് പാസ്സാവാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കുറെ ഇംഗ്ലീഷിലുള്ളത് കുറെ കഥകളാണ്, കവിതകളാണ്, സ്റ്റോറീസ് ആണ്, പോയംസ് ആണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് നല്ല മാർക്ക് വാങ്ങാം എന്നാണ്. പക്ഷേ ദാറ്റ്സ് റിയലി ആക്ച്വലി നോട്ട് എ സീൻ. അതല്ല നമ്മുടെ സീന്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഏത് രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ബോർഡ് എക്സാമിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയും ചെയ്യുക. നമുക്ക് നോക്കാം. യെസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. നോ ദ സിലബസ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നോ ദ സിലബസ് ആൻഡ് പാറ്റേൺ. നമുക്കൊരു സിലബസ് ഉണ്ട്, നമുക്കൊരു പാറ്റേൺ ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഗോസ് നമ്മളെ CBSE ഇംഗ്ലീഷ് സിലബസും പിന്നെ മനസ്സിലാക്കുക. എസ്പെഷ്യലി 3 സെക്ഷൻ ആക്കിയിട്ടുണ്ട്. റീഡിംഗ് സെഷൻ, റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ, ലിറ്ററേച്ചർ. ഇങ്ങനെ 3 സെഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. ചെക്ക് ദ വെയിറ്റേജ് ഓഫ് ഈച്ച് സെക്ഷൻ ഫോർ യുവർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ ഫ്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടായിരിക്കും നമ്മുടെ സൈറ്റിൽ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെയിറ്റേജ് കിട്ടും. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും, എത്ര ചാപ്റ്ററിൽ നിന്ന് ഏത് ബുക്കിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി വെക്കുക. മേക്ക് എ സ്മോൾ സ്റ്റഡി പ്ലാൻ ടു കവർ ഓൾ ദ സെഷൻ വീക്ക്ലി കംപ്ലീറ്റ് സെഷൻ ആക്കാൻ, കംപ്ലീറ്റ് എത്ര സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീക്ക്ലി പ്ലാനുകൾ സെറ്റ് ആക്കുക. എത്ര ആഴ്ചയിൽ എത്ര സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് നമുക്ക് കിട്ടും ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ റീഡിംഗ് സെഷൻ ആണ്. നമ്മളുടെ റീഡിംഗ് സെഷൻ എങ്ങനെ പവർഫുൾ ആക്കാം. റീഡിംഗ് സെഷൻ നോക്കിക്കോ. പ്രാക്ടീസ്. എങ്ങനെ റീഡിംഗ് സെഷനിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഒരു അൺസീൻ പാസേജ് എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, സെറ്റ് ആക്കാം. അതിൽ നമുക്ക് ഇന്നേവരെ കാണാത്ത റീഡിങ് പിന്നെ കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇന്നേവരെ കാണാത്ത ഒരു സെന്റൻസ് എന്നിട്ട് അതിൽ നിന്ന് ചെയ്യാനുണ്ടാവുക. പ്രാക്ടീസ് 1 അൺസീൻ പാസേജ് ആൻഡ് 1 നോട്ട് മേക്കിംഗ് ഓർ ഫാക്ച്വൽ പാസേജ് എവറി ഡേ. ഡെയിലി ഈ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് പെർ ഡേ ചെയ്യുക. ഫോക്കസ് ഓൺ റീഡിംഗ് സ്പീഡ് ആൻഡ് കോംപ്രിഹെൻഷൻ. അതായത് നമ്മുടെ സ്പീഡും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ള രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കാം, പിന്നെ അതൊക്കെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ റീഡിങ്ങിൻ്റെ സ്പീഡ് ഉണ്ടോ, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൻ്റെ ആ ഒരു ടൈം പീരീഡ് എത്രയാണ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ദ കീവേഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ ബിഫോർ റീഡിങ് ദ പാസേജ് കംപ്ലീറ്റ് വായിക്കുന്നതിന് മുമ്പ് കീവേഡുകൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാന്നല്ല, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഫ്രം യുവർ പ്രീവിയസ് പേപ്പർ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PYQ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ റൈറ്റിംഗ് സെഷൻ. റൈറ്റിംഗ് സെഷൻ എങ്ങനെ സെറ്റ് ആക്കാം. ലേൺ ദ ഫോർമാറ്റ് ഫോർ ഈച്ച് റൈറ്റിംഗ് സെഷൻ. കുറേ റൈറ്റിംഗ് ടാസ്ക് കുറേ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് കുറച്ച് റൈറ്റിംഗ് ടാസ്ക് റൈറ്റിംഗ് സെഷനിൽ വരാറുള്ളൂ. അതിനൊക്കെ ഫോർമാറ്റ് പഠിച്ചിരിക്കുക. നോട്ടീസ്, ലെറ്റർ, ഡയറി, ആർട്ടിക്കിൾ, പാരഗ്രാഫ്, സ്റ്റോറി റൈറ്റിംഗ് ഏതാവട്ടെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഒരു 2-3 ഓരോ ഫോർമാറ്റിൻ്റെയും 2-3 എക്സാമ്പിൾ, പല തരത്തിലുള്ള എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ മാർക്ക് പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്. ഫോർമാറ്റിന് മാർക്ക്, കോണ്ടന്റിന് മാർക്ക്, ഗ്രാമറിന് മാർക്ക്, പ്രസന്റേഷൻ മാർക്ക്. ഈ രൂപത്തിലാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. കീപ് യുവർ റൈറ്റിംഗ് ക്ലിയർ ആൻഡ് നീറ്റ് ആയിരിക്കണം. വിത്തിൻ ദ വേർഡ് ലിമിറ്റിലായിരിക്കണം. വേർഡ് ലിമിറ്റ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, പലരുടെയും ഒരു പേടി സ്വപ്നം ഗ്രാമർ സെഷനാണ്. ഓൾ കീ ടോപ്പിക്സ് ഉണ്ടല്ലോ, ടെൻസ്, മോഡൽസ്, ആക്റ്റീവ്, പാസീവ്, റിപ്പോർട്ട്, സ്പീച്ച്, ഡിറ്റർമിനൻസ്, പ്രിപ്പോസിഷൻസ് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. അത് എക്സാമിൻ്റെ തലേന്നും നമ്മൾ എന്താക്കണം, സെറ്റാക്കി വെക്കണം എന്നുള്ളതാണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എക്സാമ്പിൾസിലൂടെ എന്താക്കുക പഠിക്കുക. ജസ്റ്റ് റൂൾസ് പഠിക്കുക എന്നുള്ളതല്ല, മറ്റേത് റൂൾസ് അതിന് പഠിക്കേണ്ടത്. ഏത് ഫോർമാറ്റ് അതിന് പഠിക്കേണ്ടത്, ഏത് റൈറ്റിംഗിൽ. ഇവിടെ റൂൾസ് പഠിക്കൽ മാത്രമല്ല, അപ്ലിക്കേഷൻ ലെവലാണ്. എറർ കറക്ഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഡെയിലി ചെയ്ത് നോക്കുക. ആൻഡ് ഷോർട്ട് ഗ്രാമർ ക്വിസും പ്രാക്ടീസ് കുറച്ചുകൂടി രസകരമാക്കുക. അതിന് പറ്റിയ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്, ഗ്രാമർ സെറ്റാക്കാനുള്ള ആപ്പുകൾ. അതൊന്നും ചെയ്തു നോക്കട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് സൈലത്തിൻ്റെ നമ്മുടെ ബാച്ച് ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് ഈ വരുന്ന 22nd വരെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. 15% ഓഫറാണ് ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂസ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് എന്താക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ സൈലത്തിലേക്ക് ജസ്റ്റ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് ത്രൂ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ജസ്റ്റ് പിന്നെ ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ്. ആൻഡ് അടുത്ത പോയിന്റ് ലിറ്ററേച്ചർ സെഷൻ. ഇവിടെയാണ് നമ്മുടെ
ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യകത വരുന്നത്. ഓക്കെ, 14 മാർക്സോളം നമുക്കിതിൽ നിന്ന് വരും. ഓരോ പ്രോസും പോയം നന്നായിട്ട് വായിച്ചു നോക്കുക, മെയിൻ ഐഡിയ മനസ്സിലാക്കുക. ഓക്കെ, മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ എന്നതിലുപരി മെയിൻ ഐഡിയ നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, തീംസ്, മോറൽസ് ഒക്കെ എന്താണെന്നുള്ളത്, ഏത് ചാപ്റ്ററിൽ നേതൃത്വത്തിൻ്റെ ക്യാരക്ടർ അതിൻ്റെ തീം ഇതാണ്, അതിൻ്റെ മോറൽസ് നമുക്ക് പറയുന്ന മെസ്സേജ് അതാണെന്നൊക്കെ പറയാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ലൈൻസോ കോഡ്സോ ഒക്കെ എന്തുള്ളത് നമ്മുടെ എക്സ്ട്രാക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ പൊതുവെ ചോദിക്കുന്ന തരത്തിലുള്ള കോഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടീച്ചറിൻ്റെ ക്ലാസ്സിന് പറയും. ഓക്കെ, ഷോർട്ട് സമ്മറീസ് നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ നമ്മളെ ഷോർട്ട് സമ്മറീസ് ഉണ്ടാക്കി പഠിക്കാം. നല്ല ഉപകാരമാവും. കവിതകൾ, പോയംസ് ആണെങ്കിൽ റിമെമ്പർ ദ പോയറ്റിക് ഡിവൈസും മീനിങ്സും ഒക്കെ, ചില വാക്കിൻ്റെ മീനിങ്സ്, അതായത് ചില വാക്കിൻ്റെ അവിടെ എന്തായിരിക്കും കറക്റ്റ് പറഞ്ഞ വാക്കായിരിക്കില്ല അവിടെ ഉദ്ദേശിച്ച വാക്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ രാജാവിൻ്റെ കിരീടം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജാവിൻ്റെ ത്രോങ് എന്ന് പറയുന്ന സമയത്ത് ഉദ്ദേശം എന്താണ്? രാജാവിൻ്റെ പവർ ആയിരിക്കും ഉദ്ദേശം. ഓക്കെ, അങ്ങനെ സിമ്പിൾസ് ഉണ്ടാവും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോർ NCERT ആൻഡ് സാമ്പിൾ പേപ്പേഴ്സ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനിൽ എത്രമേൽ ഡാറ്റ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? പിന്നെ AI സോഫ്റ്റ്വെയറുകളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് CBSEൻ്റെത് ഓൺലൈനിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താക്കും? AI തരും. നെക്സ്റ്റ് വൺ, റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. അത് മസ്റ്റാണ് മക്കളെ. ഷോർട്ട് നോട്ട്, എല്ലാത്തിനും ഓരോ ചാപ്റ്ററും ഗ്രാമർ ടോപ്പിനൊക്കെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് നോക്കാൻ വേണ്ടിയിട്ടും ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റിവിഷൻ വേണ്ടിയിട്ടും. പ്രാക്ടീസ് സാമ്പിൾ പേപ്പർ ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഈച്ച് സെഷൻ ഒരു എക്സാം ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സെഷൻ ആക്കിയിട്ട് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീക്ക് ഏരിയാസിലാണ് ലാസ്റ്റ് വീക്കിലേക്കൊക്കെ സമയത്ത് നമ്മൾ ഗ്രാമറിലായിരിക്കും മിക്ക ആൾക്കാർക്കും വീക്കെങ്കിൽ അത് ചെയ്യാം, റൈറ്റിംഗ് ആണ് വീക്കെങ്കിൽ അത് ചെയ്യാം. ആ സാധനം ഏത് ഏരിയ ആണോ വീക്ക് അവിടേക്ക് ഫോക്കസ് കൊടുക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, പ്രസൻറ്റേഷൻ ടിപ്സ് ഫോർ ദ എക്സാം. നമുക്ക് എത്രയൊക്കെയോ പഠിച്ചു സെറ്റായി, പക്ഷെ പ്രസൻറ്റേഷൻ മോശമാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് എഴുതാൻ പഠിക്കുക. ഇപ്പോൾ സമയമുണ്ടല്ലോ, കുറച്ച് ടൈം എടുക്കാം. ഓക്കെ, ലീവ് സ്പേസ് ബിറ്റ്വീൻ ആൻസേഴ്സിൻ്റെ ഇടയിലൊക്കെ സ്പേസ് വിട്ടുകൊണ്ട് എഴുതുക. ഇമ്പോർട്ടൻറ്റ് വേർഡും കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആൻസറിൽ തന്നെ കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ഉറപ്പെന്നുള്ള ഇടത്തുള്ളതൊക്കെ എന്താക്കുക നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. അതായത് ഹൈലൈറ്റ് യൂസ് ചെയ്യേണ്ട, അണ്ടർലൈൻ ചെയ്താൽ മതി. അണ്ടർലൈൻ ചെയ്യുക, പെൻസിൽ എടുത്തിട്ടേ അതെന്തായാലും ഈ ഒരു വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ വായിക്കും അണ്ടർലൈൻ ചെയ്ത്. അപ്പോൾ ഷുവർ ഉള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്യുക. കറക്റ്റ് പങ്ക്ച്വേഷൻ, അതുപോലെ തന്നെ ഗ്രാമറൊക്കെ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് CBSEയിൽ ഗ്രാമർ മിസ്റ്റേക്കിനൊക്കെ മാർക്ക് കുറയും. അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക. ഷോർട്ട് വൺസ് ക്യാൻ ഗിവ് യു എക്സ്ട്രാ മാർക്സ്. ഷോർട്ട് വൺസ് ആണെന്ന് കരുതിയിട്ട് ഒഴിവാക്കരുത്. എല്ലാ തരത്തിലുള്ള മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. സോ ഇതുപോലെയുള്ള ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇതുപോലെ എന്തിനെ പറ്റിയുള്ള വീഡിയോസാണ്, അല്ലെങ്കിൽ ഏത് സെഷനാണ്, ലിറ്ററേച്ചർ സെഷൻ, പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ, അതുപോലെ തന്നെ റൈറ്റിംഗ്, ഏത് സെഷനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനിയുള്ള അടുത്ത വീഡിയോസ് വേണ്ടത്, എന്തിനെ പറ്റിയിട്ടാണ്, ഏത് ലിറ്ററേച്ചറിൽ തന്നെ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ് സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നു വരുത്. എക്സാക്റ്റ് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് അയച്ചു കൊടുക്കുക. താങ്ക് യു. ബൈ.